കലയത്തിനാക്കുഴി കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ദിവസം നാടൻ ചക്കപ്പുഴുക്ക് തയ്യാറാക്കലാണ്. ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പറമ്പിലെ കൽപ്പവൃക്ഷമാണ് പ്ലാവ്. പണ്ട് കഷ്ടപ്പാടിൻ്റെ കാലത്ത് വിശപ്പടക്കിയിരുന്ന പാവങ്ങളുടെ ആഹാരം ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സൂപ്പർ ഫുഡായി മാറിയിരിക്കുന്നു. വേവിച്ച ചക്കയും തേങ്ങ അരച്ചതും ഇവ രണ്ടും ചേരുമ്പോഴുണ്ടാകുന്ന ആ മണം, ഹായ്, അത് ഓരോ മലയാളിയുടെയും വികാരമാണ്. പച്ചമുളകും മഞ്ഞളും കുരുമുളകും കറിവേപ്പിലയും ജീരകവും വെളുത്തുള്ളിയും ഇതെല്ലാം ചേർത്ത് വേവിച്ചെടുക്കുന്ന ചക്കപ്പുഴുക്ക്, ഒപ്പം ഒരു ചമ്മന്തി കൂടി, മുളക് ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാർ. ചക്ക കേവലം ഒരു പഴമല്ല, അതൊരു മരുന്ന് കൂടിയാണ്. പച്ചച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ചോറിന് പകരമായി ഇത് ഉപയോഗിക്കാം. ഇതിലെ ഉയർന്ന നാരുകൾ ഫൈബർ ദഹന പ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ സമൃദ്ധമായി ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി നൽകുന്നു. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ചക്കപ്പുഴുക്കും പഴവും കൂടാതെ ചക്ക ഹൽവ, ചക്ക വരട്ടി, ചക്കപ്പൊടി, ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് എന്നിവ ഉണ്ടാക്കാവുന്നതാണ്. രാസവളങ്ങളില്ലാതെ സമൃദ്ധമായി വളരുന്ന ഒരേ ഒരു കൽപ്പവൃക്ഷമാണ് പ്ലാവ്. ഇപ്പോൾ നഴ്സറിയിൽ 2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ചക്ക കായ്ക്കുന്ന തൈകൾ സുലഭമാണ്. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ നടാവുന്നതാണ്. വെള്ളമൂറുന്ന ചക്കപ്പുഴുക്ക് ആസ്വദിക്കാൻ എല്ലാവരും മുറ്റത്തൊരു പ്ലാവ് അല്ലെങ്കിൽ ഡ്രമ്മിൽ ഒരു പ്ലാവ് നടണം. അടുത്ത ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വരുന്നതുവരെ സസ്നേഹം, സണ്ണി കലയത്തിനാക്കുഴി.